വീതിക്ക് വേണ്ടി ഷർട്ട് ഇടണം. മടിയും കുട്ടാപ്പി ഇങ്ങനെ തന്നെ റോളായിട്ട് തന്നെ കഴിക്കണം. ഇപ്പം പറ, ഇപ്പം എന്താ പറഞ്ഞത്? ഷർട്ട് ഊരി എന്താ പറഞ്ഞത്? നന്നായിട്ടുണ്ടെന്നാ. ഫോൺ ഓഫാക്കിയപ്പോഴാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഷവർമ ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ കുട്ടികൾക്ക്. അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം. അപ്പം വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വീഡിയോ. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിണങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് ബീഫ് ഷവർമയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്, പിന്നെ കാബേജ്, പിന്നെ ഉള്ളി കേട്ടോ. പിന്നെ ഞാൻ ബീഫ് രാവിലെ വാങ്ങിയപ്പോൾ ഉണ്ടാക്കാമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബീഫിന് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് രാവിലെ വേവിച്ചതിന് കുറച്ച് മാറ്റി വെച്ചാണ്. അതിൽ ഞാൻ കുറച്ച് കുരുമുളകും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഗരം മസാലയും, പിന്നെ ഉപ്പും പാകത്തിന് ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മറിച്ചും തിരിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നമുക്ക് മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാല് തിളപ്പിച്ചതിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടാണ്. ഞാൻ കുറച്ച് പാലെടുത്തോളൂ. അപ്പോൾ ഇനി ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലും പേടിച്ചിട്ടാട്ടോ. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട്, പിന്നെ ലേശം കുരുമുളകും ഉപ്പും പാകത്തിനിട്ട് കുറച്ച് പാല് നമ്മൾ കാച്ചി വെച്ച പാലിന് ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മൈദയിൽ ഒരു മുട്ടയിട്ട് ലേശം പാകത്തിന് ഉപ്പിട്ടിട്ട് കട്ടിയിലാണ് കേട്ടോ മിക്സിയിലിട്ട് എടുത്തത്. ഇതാ ഈ വലിയ പോലെ കരണ്ടി ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഇങ്ങനെയുണ്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എളുപ്പപ്പണിയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ക്യാരറ്റും പിന്നെ പച്ചക്കറി നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇത്തിരി ഇടുന്നുണ്ട്. പറഞ്ഞു ഇത്തിരി അതൊക്കെ കൂടുതലാണെന്ന്. പക്ഷെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കില്ല. അപ്പോൾ ഇത്തിരി എല്ലാം കൂടുതൽ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ 4 ഉണ്ടാക്കിയത്, കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാവർക്കും ഓരോന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളുടെ ബീഫ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറിലൊക്കെയാണ് പൊതിഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇവിടെ ടിഷ്യൂ പേപ്പർ വാങ്ങാൻ മറന്നു. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പർ അല്ലായിരുന്നു, അതിലാണ് പൊതിഞ്ഞത് കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ വെറുതെ പൊതിഞ്ഞാണത്. കറക്റ്റ് റോളായി കിട്ടാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ. ഇപ്പോൾ കറക്റ്റായി നിൽക്കുന്നുണ്ട്. വേണ്ടി ഷർട്ട് ഇടണം. മടിയും കുട്ടാപ്പി ഇങ്ങനെ തന്നെ റോളായിട്ട് തന്നെ കഴിക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം പിടിക്കാൻ. എന്തായാലും കടയിൽ നിന്ന് വാങ്ങണ പോലെയൊന്നും ഉണ്ടാവില്ല. എന്നാലും എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? കഴിക്കാൻ നന്നായിട്ടുണ്ടാ? കുറച്ച് കുഴപ്പമില്ല ടേസ്റ്റ്. കടയത്തെ പോലെ എന്തായാലും ഉണ്ടായില്ല. കാരണം അവിനെ പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സിമ്പിളായിട്ട് ഒക്കെ പോണ അടിക്കൂടെ ഒക്കെ. അതിനാണ് അവര് വൈറ്റ് ഇടുന്നത്. നമുക്ക് ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് പറയും, സത്യസന്ധമായിട്ട് പറയും. പാത്രത്തിലേ പോവും. സൂപ്പർ, എനിക്കിഷ്ടായി. അപ്പൊ എക്കാക്ക് ഇഷ്ടായില്ല. എല്ലാം തന്നെ കഴിച്ചു നോക്കാം. എങ്ങനെ ഇത് അതന്നെ ഒരുപാട് വെജിറ്റബിൾ നമ്മൾ വെളി തള്ളും. അപ്പോ എന്നാ വെജിറ്റബിൾ കഴിച്ചു. എങ്ങനെയുണ്ട്? കഴിക്കും എന്നിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് കുട്ടി? അങ്ങനെ കഴിച്ച് നോക്കിയ ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. എന്താണ് അത് കഴിച്ചേ? ഓ, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നുണ്ട്. പായസം നന്നായില്ലേ? നന്നായിട്ട്. വായി തുറന്ന് പറയേണ്ട കാര്യം ഇഷ്ടമായ ഓഫാക്കിയപ്പോൾ അതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ഡയലോഗ്?
അതുകൊണ്ടൊന്നല്ല. പിന്നെ ചോറൊന്നില്ല വിചാരിച്ചിട്ട് നമ്മുടെ ബീഫ് ഷവർമ്മ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്.